ഹലോ നമസ്കാരം. ഞാൻ ബിജി. ഞാൻ ഈ വോയിസ് ഇടണ്ടാന്ന് വിചാരിച്ചതാണ്. പക്ഷെ ആരും ഈ വോയിസ് കാണാതെ പോകരുത്. ആം, പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പം ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂവിനെതിരെ ഒരുപാട് പേര് കുറേ ട്രോൾ ഇറക്കി. പക്ഷെ ട്രോളൊക്കെ എനിക്ക് കല്ലുവല്ലേ. നെവർ മൈൻഡ്. ഓക്കെ, എനിക്ക് പറയേണ്ട കാര്യം ഞാൻ ആരുടെ മുത്തക്കും ഞാൻ പറയും. ഞാൻ ഇവിടെ ഒരു സ്ത്രീകളുടെയും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ദുബായിൽ വന്നിട്ട് ഏകദേശം ഒരു 6-7 വർഷമായി. ഞാനിവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് ലേഡീസിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ലേഡീസിനെ അറിയുകയും ചെയ്യാം. ഞാൻ മൊത്തത്തിൽ ഒരു ലേഡീസ് അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നോ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടതും ഞാൻ കാണുന്നതും ഇവിടെ എന്താ നടക്കുന്നതെന്നും എങ്ങനെയാണെന്നും എനിക്കറിയാം. ഓക്കെ, അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 100-ൽ ഒരു 80% പെണ്ണുങ്ങളും ഈ GCCയിൽ വന്നിട്ട് ആണുങ്ങളെ ബോയ്ഫ്രണ്ട് ആക്കി അവരെ പൈസ മുജിച്ചും മറ്റുള്ള പണിക്കൊക്കെ പോയിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നതും. ഓക്കെ, നാട്ടിൽ സ്വന്തം ഭർത്താവിനെയും സ്വന്തം മക്കളേനെയും അമ്മായിമ്മമാർക്കും അമ്മയ്ക്കും കെട്ടിയമാർക്കും ഇട്ട് കൊടുത്തിട്ട് ഇവിടെ GCCയിൽ വന്നിട്ട് ഒരുപാട് പെണ്ണുങ്ങളുണ്ട് പല പണിക്കും പോയിട്ട് ജീവിക്കുന്നത്. ഇതൊന്നും ആരും ഒരു കുഞ്ഞു നാട്ടിൽ ആരും ഒന്നും അറിയണില്ല. ഓക്കെ, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ അറിയുന്നു. എത്രയോ പെണ്ണുങ്ങൾ ഇതേപോലെ മറച്ചു വയ്ക്കുന്നു. പിന്നെ എന്നെ കുറ്റം പറയാൻ ഇവിടെ ഒരാൾക്കും ഒരു വോയിസ് ഇല്ല. ഞാൻ ഒരു പെണ്ണുങ്ങളുടെ പേരും എടുത്തു പറഞ്ഞിട്ടില്ല. നല്ല ലേഡീസും ഉണ്ട്, നല്ല മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അത് വളരെ കുറച്ച്. ഓക്കെ, ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ടും ഞാൻ ഒരുപാട് ലേഡീസിനെ പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടുമുട്ടുന്നതാണ്. എൻ്റെ ഷോപ്പിൽ തന്നെ ഉണ്ട് കുറേ മലയാളീസ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അവർ ചെയ്യുന്ന തെറ്റിൻ്റെ പകുതിയൊന്നും ഞാൻ ചെയ്യുന്നൊന്നുമില്ല. ഞാൻ ഒരുത്തിനെയും ഒരാളിനെയും മോചിച്ചിട്ടോ അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഇതാക്കിയിട്ടോ ഒന്നും ഞാൻ ഒരുത്തിൻ്റെ പൈസ ഞാൻ അടിച്ചു മാറ്റിക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ കുടുംബം തകർക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ അധ്വാനിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. എനിക്ക് എൻ്റെതായ ഇത് എടുത്തിട്ട് ഞാൻ അതിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ്. അല്ലാതെ ഞാൻ ഒരു പെണ്ണുങ്ങളെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഓരോ പെണ്ണുങ്ങളുടെ കമന്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്കാണല്ലോ കുറ്റം. ആദ്യം നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നേ, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ അന്വേഷണം എടുക്കുക. ഓക്കെ, ആദ്യം സ്വന്തം വീട്ടിലെ കാര്യം. അവനവൻ്റെ മക്കൾ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് ജോലിക്ക് പോയോ, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ തിരക്ക്. മറ്റുള്ളവരെ ഈ മറ്റെന്താ പറയാ, ഒരുപാട് ഫേമസ് ആയ ഒരുപാട് നല്ല വലിയ വലിയ സെലിബ്രിറ്റികളുടെ ഓൺ വോയിസ് കിട്ടും, അവരുടെ റീൽസ് കൊടുത്തിട്ടല്ല നമ്മൾ റീച്ച് കൂട്ടേണ്ടത്. സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ടൊരു ഓൺ വോയിസ് ഇട്ട് സ്വന്തമായിട്ട് റീച്ച് മേടിക്കുക. ഓക്കെ, പിന്നെ ആ ഇന്റർവ്യൂ ചെയ്ത പയ്യൻ എന്നൊക്കെ നല്ല റെസ്പെക്റ്റോടെ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സ് തുറന്നു. മറ്റുള്ള പെണ്ണുങ്ങൾ എന്താ കാണിക്കുന്നേ? എനിക്ക് തരണ്ടോടുത്ത് നല്ല റെസ്പെക്റ്റോടെ തന്നെയാണ് ആ ചെക്കനോട് സംസാരിച്ചത്. അത് അവരുടെ ജോലിയാണ്. അവരൊരു മീഡിയയിൽ ജോലി ചെയ്യുന്നവരാണ്. ആ മീഡിയക്കാര് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾ ഇന്റർവ്യൂ ചെയ്യും, സ്വാഭാവികം. അതവരുടെ ജോലി. ആ പയ്യനെ കുറ്റം പറയാൻ ഒരിക്കലും ഒരാൾക്കും അർഹതയില്ല, കാരണം അത് അവരുടെ ജോലിയാണ്. നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നേ? പകൽ മാന്യന്മാരും പകൽ മാനിത്യകളോ? ഏതെങ്കിലും പെണ്ണുങ്ങളെ കിട്ടിക്കഴിഞ്ഞ് നിങ്ങളെല്ലാവരും വെടിവെക്കാൻ പോകുന്നമാര് തന്നെയാ. കിട്ടിയ അവസരം നിങ്ങൾ എല്ലാവരും മുതലെടുക്കും. എന്നിട്ട് പകൽ മാന്യന്മാരും പകൽ മാനിത്യകളും ഒരുപാട് ലേഡീസും ഉണ്ട്. നിങ്ങൾ സ്വന്തം നിങ്ങളുടെ ഭർത്താക്കന്മാർ ഏത് പൈസ മേടിച്ചിട്ട് നിങ്ങൾ കുടുംബം നോക്കുന്നവരാ? ഉണ്ട് കേട്ടോ, നല്ലവരുണ്ട്, എല്ലാവരും ഞാൻ പറയില്ല. ഇതൊക്കെ ഞാൻ കണ്ടത് തന്നെയാ. ഞാൻ ഒരുപാട് കണ്ടിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കണതും. എനിക്കറിയാം ഒരുപാട് പേരെ. ബിജിനെ കുറ്റം പറയാൻ ഒരു വോയിസ് ഇവിടെ ഒരാൾക്കും ഇല്ല. എത്ര ആൾക്കാരുണ്ടോ, എത്ര ലേഡീസ് ഉണ്ട് സുഖത്തിന് വേണ്ടി മാത്രം ഈ GCCയിൽ വരുന്നേ. സ്വന്തം മക്കളേനെയും പ്രസവിച്ച സമയം നോക്കി അമ്മായിമ്മയ്ക്കും കെട്ടിയോമാർക്കും ഇട്ടുകൊടുത്ത് നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് ഇവിടെ സുഖസുന്ദരമായിട്ട് എത്ര കാമുകന്മാരെ വെച്ച് ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലെ അമ്മായിമ്മമാരും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കെട്ടിയോമാരും അറിയുന്നോ?
രാത്രി ആകുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒരു റൂമിന്റെ മൂലൊക്കെ പോയിട്ട് വിളിക്കും, ജോലിയിലായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എന്നും പറഞ്ഞു. ഭർത്താക്കന്മാരായിരുന്നു നിങ്ങളുടെ റൂം എവിടെയാണെന്നും നിങ്ങളുടെ റൂം ഫുള്ളും കാണുന്ന എന്നെ ഭരിക്കാൻ ആരും നിൽക്കൊന്നും വേണ്ട. ഉള്ളതുപോലെ ഞാൻ പറയും. ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഇതേപോലെ ഒന്നുമല്ല. ഞാൻ ഒരുത്തിനും മൂജിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുത്തന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ വരെ എത്തിയത്. ഓക്കെ, ഇത് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ പറയനി, എന്റെ ഭാഗത്ത് തെറ്റുണ്ടോ? ഞാൻ ഈ പറഞ്ഞതൊക്കെ തെറ്റാ? ഞാൻ ഒരിക്കലും ഒരു പെണ്ണുങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാ പെണ്ണുങ്ങളെയും മൊത്തത്തിൽ ഞാൻ പറയണില്ല. ഉണ്ട്, 100-ൽ 80% പെണ്ണുങ്ങളും മറ്റുള്ള ആളുകളെ പിഴുതെടുത്ത് 2, 3, 4 കാമുകന്മാരെ വെച്ച് അവരെ പറ്റിച്ച് മൂഞ്ചിത്ത് ജീവിക്കുന്ന പെണ്ണുങ്ങൾ തന്നെയാണ്. ആണുങ്ങളും ഉണ്ട് ട്ടാ. പാവപ്പെട്ട പെണ്ണുങ്ങളെ പറ്റിച്ചും പറഞ്ഞും മെറ്റിച്ചും അവരെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് പേര് പൈസ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്നെ കുറ്റം പറയാൻ ഇവിടെ ഒരാൾക്കൊരു അധികാരമില്ല. ഓക്കെ, ബൈ.